ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello, very good evening and welcome to Red Carpet on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇന്ന് റെഡ് കാർപ്പറ്റുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏത് സെലിബ്രിറ്റി ആയിരിക്കും റെഡ് കാർപ്പറ്റിൽ എത്തിച്ചേർന്നിരിക്കുക എന്ന് എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അല്ലെ. സോഷ്യൽ മീഡിയയിലൂടെ വയലിൻ വായിച്ച് ആ ഒരു സംഗീതത്തിലൂടെ തന്നെ വൈറലായി മാറിയ വയലിനിസ്റ്റ് അർജുനാണ് ഇന്ന് എന്നോടൊപ്പം റെഡ് കാർപ്പറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹായ് അർജുൻ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. ഹായ് അനുഷ, താങ്ക് യു സോ മച്ച്. അർജുൻ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ MBA ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പോ കറന്റ് സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ ആണ്. എവിടെയാണ്? ഏത് കോളേജിലാണ്? ഞാൻ SCMS കൊച്ചിൻ സ്കൂൾ ഓഫ് ബിസിനസ് കളമശ്ശേരിയിലുള്ള കോളേജാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പ്രോപ്പർ പ്ലേസ് എവിടാണ്? എന്റെ വീട് തുറവൂരാണ്, ചേർത്തല. തുറവൂരാണ്. ഓക്കെ. അപ്പൊ തുറവൂരിൽ നിന്നുള്ള ഒരു വയലിനിസ്റ്റ് ആണ്, ഒരു കലാകാരനാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും നമ്മളെ തുടക്കത്തിൽ ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വയലിൻ വായിച്ചുകൊണ്ട്, ഒരു വയലിനിലൂടെ മനോഹരമായ ഒരു പാട്ട് വായിച്ചുകൊണ്ട് നമുക്ക് ഷോയിങ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അർജുൻ മനോഹരമായിട്ട് വായിച്ചേടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ആദ്യമായിട്ട് വയലിനിൽ പ്ലേ ചെയ്ത പാട്ട് ഏതാണ്? ഈ പാട്ടായിരുന്നോ? ഇതല്ല, എനിക്ക് തോന്നുന്നത് കാറ്റാടിത്തണലും ആണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണ്. ഓക്കെ. ഞാൻ ഓർത്തു ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു പാട്ട് പെട്ടെന്ന് അങ്ങ് വായിച്ചപ്പോഴത്തേക്കും തുടക്കം തൊട്ടേ വായിക്കുന്ന പാട്ടാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. എന്തുകൊണ്ടാണ് കാറ്റാടിത്തണൽ ആദ്യമായിട്ട് വായിച്ചത്? അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ആ ഒരു സമയത്ത്? അല്ല, ആ സമയത്ത് എനിക്ക് ചെറുതായിരുന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വായിക്കാൻ പറ്റിയ നോട്ട്സ് അതായിട്ട് തോന്നി അന്ന് പഠിച്ചു വന്നപ്പോ. അന്ന് അങ്ങനെ തോന്നി. ഓക്കെ ഓക്കെ. അതുകൊണ്ട് ആ ഒരു പാട്ട് ചൂസ് ചെയ്തു. ആദ്യമായിട്ട് അത് വയലിൻ വായിച്ചല്ലോ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. ഓക്കെ. അനിയൻ എന്താ ചെയ്യുന്നേ? അനിയൻ ഇപ്പൊ ബിടെക് ചെയ്യാണ്. ബിടെക് ചെയ്യാണ്. അനിയന്റെ പേരെന്താണ്? അനിയന്റെ പേര് അജിൻ. അജിൻ. അജിൻ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുവോ? ഇല്ല. പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലാത്ത വ്യക്തിയാണല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. പഠിത്തത്തിൽ എങ്ങനെയാ? പഠിത്തത്തിൽ പുലിയായിരിക്കും അല്ലേ ആള്? കുഴപ്പമില്ല. അപ്പൊ അർജുൻ എങ്ങനെയാണ്? ഞാനും ജസ്റ്റ് കുഴപ്പമില്ലാണ്ട് പോകുന്നു പഠിത്തത്തിൽ. കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ പോകണു അല്ലെ? ഫാമിലിയിൽ ആരെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഫാമിലിയിൽ? ഇല്ല, അങ്ങനെ ഫാമിലിയിൽ ആരും ഇല്ല. പക്ഷെ എന്റെ പാരന്റ്സ് ആണ് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടത് വയലിൻ. എങ്ങനെ അവര് തിരിച്ചറിഞ്ഞത്? ചെറുപ്പത്തിലെ തന്നെ ഈ വയലിനോട് താല്പര്യമുണ്ടെന്ന് അർജുനായിട്ട് പറയുകയായിരുന്നു, അല്ലെങ്കിൽ പാരന്റ്സ് അവർക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു ഇൻസ്ട്രുമെന്റിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അർജുനെ വിട്ടതാണ്? അങ്ങനെയല്ല, കുഞ്ഞിലെ മുതൽ എന്നോട് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ആർട്സ് ഒക്കെ പഠിക്കാൻ വിടുമായിരുന്നു. ചെറുതിലെ LKG UKG മുതലൊക്കെ വിടുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും വയലിൻ തുടങ്ങിയിട്ടില്ല. ഒരു 3rd സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് ശരിക്കും എന്നോട് ചോദിച്ചത് എന്താണ്, ഏത് ഇൻസ്ട്രുമെന്റ് പഠിക്കണം, ലൈക്ക് സീരിയസ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അപ്പൊ ഞാൻ ചൂസ് ചെയ്തത് വയലിനാണ്. അപ്പൊ പഠിച്ചു തുടങ്ങിയതാണ് വയലിൻ. അതെന്തുകൊണ്ടാ വയലിൻ അന്ന് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? കാരണം എനിക്ക് വയലിൻ കണ്ടപ്പോ, അങ്ങനെ വയലിൻ എന്നൊരു ഇൻസ്ട്രുമെന്റ് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബോയും വയലിനും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ കുഞ്ഞിലെ, അതിലും ചെറുതിലെ എന്തോ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ. അപ്പൊ എനിക്ക് അത് എടുത്ത് വായിക്കാനൊന്നും ഉള്ള ഇത് അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന്. അപ്പൊ അങ്ങനെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ആഗ്രഹം
ആഗ്രഹത്തിന്റെ പുറത്താണ് വയലിൻ പഠിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ അനിയനോട് അങ്ങനെ പാരന്റ്സ് ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൻ കീബോർഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്, പക്ഷെ അന്ന് ഉടനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കില് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നല്ലേ? അർജുൻ പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തു പോന്നു. ഇപ്പോ ഇതാ നല്ലൊരു വയലിനിസ്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ വീട്ടിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ തന്നിട്ടുള്ളത്? വീട്ടില് അച്ഛനും അമ്മയും തന്നെ രണ്ടുപേരും സപ്പോർട്ടായിരുന്നു. രണ്ടുപേരും സപ്പോർട്ടാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു വയലിൻ ഇൻസ്ട്രുമെന്റ് സെലക്ട് ചെയ്തപ്പോ അവരെന്താ പറഞ്ഞേ? വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നോട് വയലിൻ അല്ലെങ്കിൽ വോക്കൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു, ഓർ കീബോർഡോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് വയലിനായിരുന്നു, അതുകൊണ്ട് ഞാൻ വയലിൻ ചൂസ് ചെയ്തെന്നുള്ളൂ. അതുകൊണ്ട് അത് ചൂസ് ചെയ്തല്ലേ? ഈ പൊതുവേ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മ്യൂസിക് പഠിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ പഠിക്കുന്നത് നമ്മുടെ ദേഷ്യം കുറയ്ക്കാനായിട്ട് നല്ലതാണ്, സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അർജുൻ പൊതുവെ എങ്ങനെ ദേഷ്യമുള്ള ആളാണ്? നോർമൽ എല്ലാരും പോലെ തന്നെ ചില സമയങ്ങളിൽ ദേഷ്യം വരും. ആവശ്യം വന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ദേഷ്യപ്പെടും അല്ലേ? അതെ അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അർജുനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വയലിൻ വായിച്ചുകൊണ്ടിരിക്കാനാണോ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ? ഫ്രീ ടൈം കിട്ടുമ്പോ വയലിൻ വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ അങ്ങനെ ഫ്രീ ടൈം കിട്ടാറില്ല. എന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണല്ലേ? ബിസിയാണ്. പക്ഷെ എന്നാലും പറ്റുന്ന പോലെ ഞാൻ സോഷ്യൽ മീഡിയസിലേക്ക് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഈ വയലിന്റെ ഫസ്റ്റ് ലെസൺസ് പഠിപ്പിച്ചത് ആരാന്ന് ഓർക്കുന്നുണ്ടോ? അതിന്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് KR പുരം സുധീർ കുമാർ എന്ന് പറയുന്ന സാറായിരുന്നു. ഓ, സുധീർ കുമാർ സാറ് വീടിനടുത്ത് തന്നെ ആണോ? അടുത്താണ്. സാർ എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു. വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു സാറിന്റെ ആ ഒരു ക്ലാസ് ഒക്കെ? ആദ്യമായിട്ട് വയലിന്റെ പാഠങ്ങൾ പഠിച്ചു വരുമ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയോ, അല്ലെങ്കിൽ വായിച്ചു വന്നപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞ് മടുത്ത് തുടങ്ങി. ടഫ് ആയിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷെ നമ്മളൊരു ലെവൽ എത്തിയപ്പോ ലൈക്ക് ചെറിയ ചെറിയ അവിടുന്ന് ഇവിടുന്നൊക്കെ മൂളിപ്പാട്ട് പാടുന്ന പോലെ വയലിന് തട്ടിമുട്ടി നമ്മൾ ഓരോ പാട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്കത് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അപ്പൊ അങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി പഠിച്ചു വന്നതാണ്. പിന്നെ ഓക്കെ ഓക്കെ. അപ്പൊ സാറിന്റെ സഹായത്തോടെ, സുധീർ സാറിന്റെ സഹായത്തോടെ വായിച്ച ആദ്യ പാട്ട് ഏതാ? കാറ്റാടിത്തണലാണോ? നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിൽ എനിക്ക് തോന്നുന്നു മിക്ക സാർമാരും അങ്ങനെ പാട്ട് വായിക്കാനായിട്ട് അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. അതൊക്കെ സ്വന്തമായിട്ട് നമ്മൾ അറിഞ്ഞ് നമ്മൾ കേട്ട് നമ്മൾ തനിയെ വായിക്കണമെന്നാണ് എല്ലാരും പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ പഠിക്കുന്നത് തിരുവിഴ ശിവാനന്ദൻ സാറിന്റെ അടുത്താണ്. ഞാൻ ഏകദേശം ഒരു 6-7 വർഷമായിട്ട് തിരുവിഴ ശിവാനന്ദൻ സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സാറിന്റെ ശിക്ഷണത്തിൽ പഠിച്ചു തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് സ്വന്തമായിട്ട് പാട്ടൊക്കെ കേട്ട് അർജുൻ വായിച്ച പാട്ടാണ് കാറ്റാടി തണൽ അല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിട്ട് ആ പാട്ടൊന്ന് വായിക്കോ? വായിക്കാം. അപ്പൊ അർജുനെ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് വായിക്കാനാണ്, വയലിനിൽ വായിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് കൂടുതലും മെലഡീസ് വായിക്കാനാണ് ഇഷ്ടം അല്ലെ? മെലഡീസ് എന്ന് പറയുമ്പോൾ തമിഴാണോ, മലയാളമാണോ, ഹിന്ദിയാണോ? തമിഴാണ് കുറച്ചുകൂടെ വായിക്കാറ് കൂടുതലും സോങ്സ്. എനിക്ക് തമിഴ് സോങ്സ് ഇതുപോലത്തെ കുറെ മെലഡീസ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പോലെ കുറെ മെലഡീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തല്ലേ? അതെ അതെ. ഫാസ്റ്റ് സോങ്, ഈ ഫാസ്റ്റ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ വയലിനില്? ഫാസ്റ്റ് ഐറ്റംസ് ട്രൈ ചെയ്യാറുണ്ട്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് വിജയിച്ചത് ഏത് പാട്ടായിരുന്നു?
ഞാൻ ഇൻസ്റ്റഗ്രാമില് ഫാസ്റ്റ് നമ്പർ ഇട്ടിട്ടുള്ളത് ജേക്കബിന്റെ സ്വർഗരാജ്യം സിനിമയിലൊരു സോങ് ഉണ്ട്, എന്നിലെരിഞ്ഞു തുടങ്ങിയ. എനിക്ക് അതാണ് ഞാൻ കുറച്ചുകൂടെ എന്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് കുറച്ച് റീച്ച് ആയ ഒരു റീൽ ഇൻസ്റ്റഗ്രാമില്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഒരു പാട്ടാണല്ലേ അപ്പൊ ആദ്യമായിട്ട് വായിക്കുന്നത്? അതെ അതെ. അപ്പൊ അതിനുശേഷം പിന്നെ ഫാസ്റ്റ് നമ്പർ ആണോ കൂടുതലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ ഇഷ്ടപ്പെട്ട മെലഡീസിലേക്ക് പോയിട്ടുണ്ടോ? അല്ല, ഞാൻ മെലഡീസിലാണ് കൂടുതലും വായിക്കാറ്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കും ഫാസ്റ്റ് നമ്പേഴ്സ്. ചിലതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്ന ചില സാധനങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കും. ശരിക്കും പറഞ്ഞാല് ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് വായിക്കാനായിട്ട് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? അതായത് ഇപ്പോ നമുക്ക് ഈ പല ജോണറിലുള്ള എടുക്കാം, ഈ കർണാട്ടിക് എടുക്കാം, അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മെലഡീസ് ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ ഫാസ്റ്റ് സോങ് എടുക്കാം. ഇതിൽ ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ് വയലിൻ ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ വായിക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, എല്ലാം നമുക്ക് ഓരോ രീതിയിൽ ടഫ് ആയിരിക്കും. പക്ഷെ കമ്പയർ ടു കർണാട്ടിക്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മലയാളം അല്ലെങ്കിൽ തമിഴ് മെലഡീസ് ഒക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്താണ് അങ്ങനെ. പിന്നെ സിമ്പിൾ ആയിട്ട് വായിക്കാൻ അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും അതിന്റേതായ കുറച്ച് ടഫും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? പാടുണ്ട്. അർജുന്റെ ഫേവറേറ്റ് മ്യൂസീഷ്യൻ ആരാണ്? എനിക്ക് എ.ആർ. റഹ്മാന്റെ സോങ്സ് ഒക്കെ ഇഷ്ടമാണ് കൂടുതലും. എ.ആർ. റഹ്മാൻ സാറിന്റെ പാട്ടുകളാണ് കൂടുതലും കേൾക്കാനും വായിക്കാനുമായിട്ട് ഇഷ്ടമുള്ളത് അല്ലേ? അതെ അതെ. പുള്ളിയുടെ പാട്ട് കുറച്ചും കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത് വയലിനിലും പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുള്ളിയുടെ കോമ്പോസിഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അദ്ദേഹത്തിന്റെ ഏത് പാട്ടാണ് അർജുന് വയലിൻ എന്ന ഇൻസ്ട്രുമെന്റിൽ വായിക്കാനായിട്ട് ഇഷ്ടം? എന്നവളെയാണോ? എന്നവളെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോ ഫേവറേറ്റ് മ്യൂസിഷ്യൻ ആരാന്ന് നമ്മൾ ചോദിച്ചു, ഫേവറേറ്റ് വയലിനിസ്റ്റ് ആരായിരിക്കും? ഒബ്വിയസ്ലി ബാലഭാസ്കർ. ഓക്കെ. അദ്ദേഹത്തിന്റെ ആ ഒരു വയലിൻ വായനയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാലഭാസ്കറിന്റെ ഫാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ ആണോ ഫോളോ ചെയ്യുന്നത്? ആ ഒരു വായിക്കുന്ന സ്റ്റൈലൊക്കെ ആണോ ഫോളോ ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാൻ എന്റെ ഗുരുവിന്റെ രീതിക്കൊക്കെയാണ് ഞാൻ എന്റെ ലെസൺസ് പഠിച്ചതും എന്റെ ഫിംഗറിങ് അതുപോലെയൊക്കെ. ബാലഭാസ്കറിന്റെ ഫാനാണ്. പുള്ളീനെ ഫോളോ ചെയ്യണ്ടായിരുന്നു. മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാനായിട്ട് അറിയോ? ഇല്ല, വയലിൻ മാത്രമേ അറിയുള്ളൂ. വയലിൻ മാത്രമേ അറിയത്തുള്ളൂ. ട്രൈ ചെയ്ത് നോക്കാനായിട്ട് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ ഉള്ളില്? ഗിറ്റാർ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ആ ആഗ്രഹം വന്നത്. സമയം കിട്ടിയില്ല. ഒരു ഗിറ്റാറൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് ബേസിക് കോഡ്സ് മാത്രമേ അറിയുള്ളൂ പ്ലേ ചെയ്യാനല്ലോ. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഈ വയലിനൊക്കെ പ്ലേ ചെയ്ത് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴാണ് തോന്നി തുടങ്ങിയത് ആഗ്രഹം? ഞാനൊരു എന്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ ഇടുന്നുണ്ടായിരുന്നു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ. പക്ഷെ കൺസിസ്റ്റന്റ് അല്ലായിരുന്നു. വല്ലപ്പോഴും ഒരു പോസ്റ്റ് ഇടും. പിന്നെ കോവിഡ് ടൈമിലൊക്കെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒട്ടും കൺസിസ്റ്റന്റ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 2 years ഒക്കെ ആയിട്ടാണ് ഞാൻ ശരിക്കും ഇത് സീരിയസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പോ സീരിയസ് ആയിട്ട് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയല്ലേ? ഇപ്പൊ ഇത് റീച്ചായി തുടങ്ങി. ആദ്യമായിട്ട് റീച്ചായി ആയ പാട്ട് ആ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ സോങ് ആയിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് വന്ന് കമന്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ മറക്കാനാകാത്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സെലിബ്രിറ്റീസ് ഒന്നും കമന്റ് ചെയ്തിട്ടില്ലല്ലേ ഇതുവരെ? കമന്റ് ചെയ്തിട്ടില്ല. ആര് വന്ന് കമന്റ് ചെയ്യണോന്നാണ് ആഗ്രഹം? എ.ആർ. റഹ്മാൻ സാറാണോ? ആഗ്രഹിക്കാലോ അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം എപ്പോഴാണെങ്കിലും സാധ്യമാകട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ ആദ്യമായിട്ട് അർജുന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മില്യൺ അടിച്ച വയലിൻ കവർ അത് ഏതായിരുന്നു? ആദ്യമായിട്ട് 1 million അടിച്ചത് നീ കോരിനാൽ എന്ന സോങ് ഉണ്ട്. നീ കോരിനാൽ എന്ന പാട്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതിനാണ് ആദ്യമായിട്ട് കേറിയതല്ലേ? അതെ, ആദ്യമായിട്ട് മില്യൺ വ്യൂസ് വന്നത് ആ സോങ്ങിന്റെ റീലിലായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രതീക്ഷിക്കാണ്ടിട്ട ഒരു വീഡിയോ ആയിരുന്നു? ഇല്ല, അതെന്തോ അത് 30-35 സെക്കൻഡ്സേ ഉള്ളൂ ആ റീല്. അപ്പൊ അതിങ്ങനെ റീച്ച് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ വീഡിയോ ഇട്ടൊരു 2 weeksനകം അത് റീച്ച് ആയി അത്യാവശ്യം. അപ്പൊ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത് ആദ്യമായിട്ട്? എനിക്ക് തോന്നിയത് ഇതുപോലെ ഇനിയും വീഡിയോസ് ഇടണം. ഓക്കെ, അങ്ങനെ ഇടാനുള്ള ഒരു ത്വര അങ്ങ് കൂടി വന്നല്ലേ? അങ്ങനെ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ആയി. പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ അർജുൻ? പ്രോഗ്രാംസ് ഞാൻ കുറവാണ്. ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്യുന്ന കാരണം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോ 1.5 വർഷം ആവുന്നു. അപ്പോ അതിന്റെ ഇടയിൽ പ്രോഗ്രാംസ് ഒക്കെ വളരെ കുറവാണ്. ഞാൻ പ്രോഗ്രാംസ് വരാറുണ്ട്, പക്ഷെ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ, ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും അർജുന് ഒരു വയലിനിസ്റ്റ് ആകാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ജോലി നോക്കാനായിട്ടാണോ താല്പര്യം? ഈ വയലിൻ എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ വയലിൻ സൈഡ് ആയിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം മെയിൻ ആയിട്ട് നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം വേണമല്ലോ. വയലിൻ എന്ന് പറയുന്നതിന് നമുക്ക് എപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു
അതുകൊണ്ടാണ് ഞാൻ MBA എടുക്കുന്നത്. അങ്ങനെ ഒരു ജോബ് എനിക്ക് മെയിൻ ആയിട്ട് വേണമെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ വീട്ടുകാർ അത് തന്നെ പറയുന്നത്, ആദ്യം ഒരു ജോബ് റെഡിയാക്കി. ഓക്കെ. അപ്പൊ എന്തായാലും ഭാവിയിൽ എല്ലാവിധ ആശംസകളും ഇപ്പോഴേ അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു. ഓക്കെ, നല്ലൊരു വലിയ ഒരു അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റ് ആയിട്ട് മാറട്ടെ, ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ AR റഹ്മാൻ സാറ് വന്ന് കോംപ്ലിമെന്റ് നൽകാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് തിരക്കായിരുന്നു എങ്കിലും ആ ഒരു തിരക്കൊക്കെ മാറ്റിവെച്ച് നമുക്കൊരു ഇന്റർവ്യൂ തരാനുള്ള മനസ്സൊക്കെ കാണിച്ചു. എനിവേ, ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ് ഈ ഒരു ആശ്രയ FM 90യുടെ പേരിലും അതുപോലെ തന്നെ റേഡിയോ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിന്റെ പേരിലും അറിയിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു പാട്ട് കൂടി വയലിനിൽ പ്ലേ ചെയ്ത് കേൾപ്പിക്കാമോ? അപ്പോൾ എന്തായാലും അർജുൻ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഒരിക്കൽ കൂടി നമ്മുടെ ആ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനുഷ, എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90യിൽ. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.